ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു DFൻ്റെ കമൻറ്റാണ്. ലൈക്ക് DMൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടെ പോകുന്ന സമയത്ത് വളരെ ലവും കെയറും ഒക്കെ തരുന്ന മറ്റൊരു കണക്ഷൻ വരുമ്പോൾ അതൊരു സോൾമേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻ നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കണക്ഷൻസിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ DFസിൻ്റെ ലൈഫിലേക്ക് പല ആളുകളും അട്രാക്റ്റായിട്ട് വരാറുണ്ട്. അത് ലവ് ഇൻട്രസ്റ്റ് തന്നെ ആവണമെന്നില്ല, എന്നാൽ കൂടെ ഒരുപാട് ആൾക്കാർ DFൻ്റെ ലൈഫിലേക്ക് വരാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും DM ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ DMൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊരു ആക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, നമ്മൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് വളരെ ലവും കെയറും ഒക്കെ തരുന്ന ഒരു കണക്ഷൻ നമ്മളിലേക്ക് വരുമ്പോൾ ഓക്കെ, നമുക്ക് ആ ഒരു കണക്ഷനിലേക്ക് പോയാലോ അല്ലെങ്കിൽ അതിനെ ചൂസ് ചെയ്താലോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ DFസിന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്വിൻ ഫ്ലെയിംസിനിടയിൽ DMൻ്റെയും DFൻ്റെയും ലൈഫിൽ വരുന്ന മറ്റ് റിലേഷൻഷിപ്പ് കണക്ഷൻസ്, ആളുകൾ, അതിനെക്കുറിച്ചൊക്കെ ആണ് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരേ സോളാണ് ആൻഡ് അവർ ഓൾറെഡി സ്പിരിച്വലി മാരീഡാണ്. അപ്പം നമ്മൾ ട്വിൻ ഫ്ലെയിംസ് അവർ ജനിക്കുമ്പോൾ തന്നെ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടാണ് ജനിക്കുന്നത്. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ട്വിൻ ഫ്ലെയിം ആയിട്ട് മാറുന്നതല്ല. അപ്പം ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴായിരിക്കും ട്വിൻ ഫ്ലെയിംസ് അവർ പരസ്പരം അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം നമ്മൾ 5Dയിൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇവിടെ DM ആൻഡ് DF തമ്മിലാണ് ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്. അതൊരു എറ്റേണൽ ബോണ്ടാണ്. അപ്പം എപ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം DMനും DFനും ഇടയിൽ ഡിവൈൻ അല്ലാതെ മറ്റാർക്കും തന്നെ എക്സിസ്റ്റൻസ് ഇല്ല. പിന്നെ ഈ 3Dയിൽ അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, അത് കർമ്മയായിരിക്കും. അപ്പോൾ കർമ്മ തീരുമ്പോൾ ആ ഒരു കണക്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ എൻഡാകും. യൂണിയൻ നടക്കണമെങ്കിൽ അവർക്കിടയിലുള്ള ട്വിൻ ഫ്ലെയിംസിന് ഇടയിലുള്ള കർമ്മ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ കർമ്മ എന്ന് പറയുന്നത് ഒരേ സോളിൻ്റെയാണ്. ഇവിടെ DF അതായത് സ്പിരിച്വൽ ട്വിന്നും അതുപോലെ DM മെട്രിക്സ് ട്വിന്നും, ഇവർ രണ്ടുപേരും ഈ ഒരു കർമ്മ ഈക്വലി ഡിവൈഡ് ചെയ്തെടുത്തിരിക്കും. ഒരാൾ മെട്രിക്സിൽ പോയിട്ട് കർമ്മ ക്ലിയർ ചെയ്യും, ഒരാൾ എനർജി ഫീൽഡിലുള്ള കർമാസിനെ ക്ലിയർ ചെയ്യും. അങ്ങനെ അപ്പം ഈ കർമ്മ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ ബർത്ത് എടുത്തിരിക്കുന്നത് തന്നെ. സോ DMും DFനും ഇടയിൽ 3Dയിൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് കർമ്മയായിരിക്കും. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും ആ ഒരു കണക്ഷൻ അവിടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കത്തില്ല. കർമ്മ തീരുമ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ എൻഡാകും. ഇനി DMനും DFനും ഇടയിൽ ആളുകൾ അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പ് കണക്ഷൻസൊക്കെ വരുമ്പോൾ അത് പല സിനാരിയോസ് ഉണ്ട്. അതായത് ഇപ്പം ഓൾറെഡി DMും DFും ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അതിനുശേഷം അവർ പരസ്പരം മീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ DM ചിലപ്പോൾ സിംഗിളായിരിക്കും, DF ഓൾറെഡി മാരീഡ് ആയിരിക്കും, ഫാമിലി ഉണ്ടായിരിക്കും. അതിനുശേഷം DMനെ മീറ്റ് ചെയ്യാം. അതല്ലാതെ രണ്ടുപേരും DMും DFും സിംഗിളായിരിക്കാം, എന്നിട്ട് അവർ ഓൾറെഡി മീറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പം പല രീതിയിൽ ഇവർക്കിടയിലുള്ള മറ്റ് കണക്ഷൻസ് വരുന്നതും വരാതിരിക്കുന്ന, അപ്പം ആ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഓരോ ജേർണിയിലും വ്യത്യസ്തമായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവേ DFs ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നു കഴിഞ്ഞ് അവരുടെ ലൈഫിൽ DM എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പൊതുവേ DFസിന് പിന്നെ വേറൊരു കണക്ഷനെ ചൂസ് ചെയ്യാൻ, വേറൊരു കണക്ഷനിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് വരാറില്ല, അല്ലെങ്കിൽ പൊതുവേ അവരങ്ങനെ ചൂസ് ചെയ്യാറില്ല. ഇപ്പോൾ അവർ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ കൂടെ DM എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു പഴയ ആ ഒരു കണക്ഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യാനോ DFന് ബുദ്ധിമുട്ട് തോന്നാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹീലിങ്ങിലേക്കൊക്കെ വരുന്ന DFs പൊതുവേ മറ്റ് കണക്ഷൻസിനെ ഒന്നും അങ്ങനെ ചൂസ് ചെയ്യാറില്ല. DMൻ്റെയും DFൻ്റെയും ഇടയിൽ മറ്റ് കണക്ഷൻസ്, റിലേഷൻഷിപ്സൊക്കെ വരുമ്പോൾ അത് DMൻ്റെ സൈഡിൽ വരുന്നതും ആകാം, അതല്ലാതെ DFൻ്റെ സൈഡിലും ആകാം. അപ്പോൾ ഇവിടെ DMൻ്റെ സൈഡിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റ് ഒരു കണക്ഷൻ, ഒരു മാരേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുമ്പോൾ അത് ചിലപ്പം അതൊരു കർമ്മയായിരിക്കാം.
ഒരു മാരേജൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ കർമ്മയായിരിക്കും. അതൊരു സോൾ കോൺട്രാക്റ്റാണ്. അപ്പം നമ്മൾ ആ ഒരു സോൾ കോൺട്രാക്റ്റ് തീർന്നു കഴിയുമ്പോൾ ആയിരിക്കും ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവുന്നത്. അതിന് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അത് ആ ഒരു കർമ്മയുടെ ഭാഗമായിട്ട് വരുന്നൊരു കണക്ഷനാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഡി എഫിന് ഫോഴ്സ്ഫുള്ളി ഡി എമ്മിൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു പാർട്ട്ണർ പോകാൻ വേണ്ടി ഫോഴ്സ്ഫുള്ളി ഒന്നും തന്നെ ഡി എഫ് ചെയ്യേണ്ടതില്ല. ഡി എഫിൻ്റെ പാർട്ട് ചെയ്യുക, അതായത് ഹീലിംഗ് ചെയ്യുക. സോ ഡി എഫ് ഹീൽ ചെയ്യുമ്പം ഡി എഫിൻ്റെ ലൈഫിൽ കാർമിക് ക്ലിയറൻസ് നടക്കും ആദ്യം. അത് കഴിയുമ്പോൾ ഹീലായി വരുന്നതനുസരിച്ച് ഡി എമ്മിൻ്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ വെച്ച് ഡി എമ്മിൻ്റെ കാർമിക് ക്ലിയറൻസ് നടക്കും. അപ്പോഴാണ് ഈ പറയുന്ന സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കർമ്മ ആയിട്ടുള്ള കണക്ഷൻസൊക്കെ അവിടെ ഉണ്ടാവും. അതല്ലാതെ നമുക്ക് ആ ഒരു കണക്ഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല അത് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ചിലപ്പം ഡി എം മറ്റ് കണക്ഷൻസിലേക്കൊക്കെ പോകുന്നത് ചില സമയത്ത് ഡി എഫിനെ മിറർ ചെയ്യുന്നതായിരിക്കും. കാരണം ഡി എഫ് സെൽഫ് ലെവലിലേക്ക് ഒക്കെ വരണം. അപ്പം ഡി എഫ് സെൽഫ് ലെവലിലേക്ക് വരാതെ ഡി എമ്മിനെ ചേസ് ചെയ്ത് ഡി എമ്മിൽ ഒബ്സസീവായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഡി എം ഈ ഒരു കാര്യത്തെ മിറർ ചെയ്ത് കാണിക്കും. അതായത് ഡി എഫ് സ്വയം തന്നെ ചൂസ് ചെയ്യാതെ പുറത്ത് നിൽക്കുന്ന ഡി എമ്മിനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഡി എം വേറൊരാളെ ചൂസ് ചെയ്തുകൊണ്ട് ഡി എഫിനെ മിറർ ചെയ്ത് കാണിക്കും. അതായത് ഡി എഫിനെ ചൂസ് ചെയ്യാതെ വേറൊരാളെ 3Dയിൽ വേറൊരു കാര്യത്തെ ചൂസ് ചെയ്യും. അത് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ചിലപ്പം മറ്റ് ഫ്രണ്ട്സ്, അങ്ങനെ എന്തും ആകാം. അപ്പോൾ അത് അവിടെ ഒരു മിററിങ്ങിൻ്റെ ഭാഗമായിട്ടും ഡി എമ്മിൻ്റെ ലൈഫിൽ ഇതുപോലുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ പലപ്പോഴും ഡി എസ് അവർ ചെയ്യുന്നൊരു കാര്യമാണ്, ലൈക്ക് ഡി എമ്മിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. ലൈക്ക് ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിലാണോ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അവർ ഓവറായിട്ട് ഡി എഫ് ഇങ്ങനെ ഒബ്സസീവായിട്ട് ഇങ്ങനെ അവരെ ചേസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെ ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ഡൗട്ട് വരുമ്പോൾ അങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ കൂടുതലായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഡി എമ്മിൻ്റെ ലൈഫിൽ അവരൊരു തേർഡ് പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെയും ഡി എമ്മിൻ്റെ ലൈഫിൽ ഈ പറയുന്ന പോലെ ഒരു തേർഡ് പാർട്ടി ഒരു കണക്ഷനൊക്കെ ഒരു റിലേഷൻഷിപ്പൊക്കെ വരാറുണ്ട്. അതുപോലെ ഡി എഫ്സ് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, അവർ ഡി എമ്മിനെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻസൊക്കെ ചെയ്യും. ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ ട്വിൻ ഫ്ലെയിംസ് ഡി എഫ്സ് അറിയാതെ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ അതൊരു മിസ്റ്റേക്കാണ്. കാരണം ഡി എഫ്സ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ട്വിൻ ഫ്ലെയിംസ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഒരേ സോളാണ്. സോ നമ്മൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരു കാര്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത്. ഇവിടെ ഈ നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്, ട്വിൻ ഫ്ലെയിംസിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത്, അത് വളരെ നാച്ചുറലായിട്ട് അത് ഓൾറെഡി ട്വിൻ ഫ്ലെയിംസ് യൂണിയനിലാണ്. 5Dയിൽ അവർ യൂണിയനിലാണ്. 3Dയിലാണ് ഈ ഒരു സെപ്പറേഷൻ ഒരു കോൺഷ്യസ്നെസ് ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു യൂണിയനിലാണ് എന്നുള്ളൊരു റിയലൈസേഷനിലേക്കാണ് നമ്മൾ ശരിക്കും വരേണ്ടത്. എന്നാൽ 3Dയിൽ ഈ ഒരു ഇല്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവില്ല. ആ ഒരു റിയലൈസേഷൻ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഒരു 5Dയിലേക്ക് എത്തണം, ആ ഒരു 5D കോൺഷ്യസ്നെസ്സിലേക്ക് എത്തണം. അതിനാണ് നമ്മൾ ഇന്നർ വർക്ക് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഡി എഫ്സ് ഇവിടെ ഫോഴ്സ്ഫുള്ളി ഒരു മാനിഫെസ്റ്റേഷൻ നടത്തുമ്പോൾ അവിടെ നാച്ചുറലി അല്ല നമ്മൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അവിടെ ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് മിക്കവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്, ഡി എഫ് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഡി എമ്മിൻ്റെ മാരേജൊക്കെ പെട്ടെന്ന് നടക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് നമുക്കിടയിലൊരു ഒരുപാട് കർമ്മയുണ്ട്. ആ കർമ്മ ക്ലിയർ ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ യൂണിയനിലേക്ക് വരത്തുള്ളൂ. അതായത് കാർമിക് ക്ലിയറൻസ് അവിടെ വലിയൊരു ഫാക്ടറാണ്. ആ ഒരു കാർമിക് ക്ലിയറൻസ് രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് നടക്കണം. അത് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് മാത്രമേ അത് നടക്കത്തുള്ളൂ. ആൻഡ് ഇവിടെ ഡി എഫ്സിന് ഒരു പക്ഷേ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ആണ്, ഈ ജേർണിയിലാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഡി എംസിനെ സംബന്ധിച്ചോളം അവർക്ക് ഈ ഒരു കണക്ഷനെക്കുറിച്ചൊന്നും അവർ അവെയർ ആയിരിക്കത്തില്ല. നമ്മൾ ഡിവൈൻ ഫെമിനിൻസ് ഹീലായതിനു ശേഷമേ അവരുടെ അവേക്കനിങ് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പം ഇവർക്ക് ഈ ഒരു ജേർണിനെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. ആൻഡ് നമ്മൾ ഒരുപാട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യും, നമ്മൾ ഒബ്സസീവായിട്ട് അവരെ ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ എനർജി താങ്ങാൻ പറ്റാത്ത
ഉള്ള നമ്മളിൽ നിന്ന് ഒരാൾ റൺ ചെയ്ത് പോകുമ്പോൾ അവരെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അവിടെ എനർജറ്റിക്കലി അവിടെ ഒരു ക്ലാഷ് നടക്കുകയാണ്. അതായത് ഫോഴ്സ്ഫുള്ളിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഡി എമ്മിൻ്റെ ലൈഫിൽ പെട്ടെന്ന് കാർമിക്കായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ് ഡി എമ്മിൻ്റെ ലൈഫിൽ അത് ക്രിയേറ്റ് ചെയ്യും. അപ്പം അത് ഡി എംസിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം അവർക്ക് ഈ ഒരു ജേർണീനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അവരുടെ ലൈഫിൽ പെട്ടെന്ന് പല പ്രശ്നങ്ങളും കയറി വരുമ്പോൾ അവർക്ക് അത് താങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഡി എമ്മിൻ്റെ ലൈഫിൽ പെട്ടെന്ന് മാരേജൊക്കെ വരുന്നത്. അവിടെ ആ ഒരു കർമ്മ അതായത് പെട്ടെന്ന് ആ ഒരു കാർമിക് ക്ലിയറൻസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്നൊരു മാരേജൊക്കെ വരുന്നത് അത് ഈ മാനിഫെസ്റ്റേഷൻ DFs മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ DMസിൻ്റെ ലൈഫിൽ പെട്ടെന്ന് മാരേജൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇതും നമ്മുടെ ഒരിക്കലും അങ്ങനെ DFs മാനിഫെസ്റ്റ് ചെയ്യരുത്. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ DFs മാനിഫെസ്റ്റ് ചെയ്യരുത്. ട്വിൻ ഫ്ലെയിം തിരിച്ചു വരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യരുത്. അത് പലപ്പോഴും DMസിൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അവർക്കതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവർക്കത് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റത്തില്ല ആ ഒരു പ്രോബ്ലംസിനെയൊന്നും. ചിലപ്പോൾ അവർക്ക് ആ ഒരു മെൻ്റലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. DFൻ്റെ സൈഡ് എടുക്കുകയാണെങ്കിൽ ചില DFs ഓൾറെഡി മാരീഡ് ആയിരിക്കും, ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു കർമ്മയായിരിക്കും. അവിടെ അവരുടെ DF ഹീലാകുന്നതനുസരിച്ച് അവരുടെ ആ ഒരു കാർമിക് ക്ലിയറൻസ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിപ്പോകും. അതും ഇതുപോലെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അവർ പാർട്ട്ണർ പോകാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെപ്പാടെ DFന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഹീലിംഗ് ആണ്. ഇന്നോവർക്ക് ഹീലിങ്ങിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ DF ഹീലാകുന്നതനുസരിച്ച് അവരുടെ ലൈഫിൽ കാർമിക് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അത് വളരെ നാച്ചുറലി അവരുടെ ആ ഒരു പാർട്ട്ണർ അവരിൽ നിന്ന് പോകേണ്ടതാണെങ്കിൽ പോകും. അത് ആ ഒരു സോൾ കോൺട്രാക്റ്റ് അനുസരിച്ച് എന്താണോ അവിടെ നടക്കേണ്ടത് ആ ഒരു കാര്യം അവിടെ നടക്കും. അപ്പം അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മൾ ഈ ഒരു DFs പൊതുവേ അങ്ങനെ മറ്റ് കണക്ഷൻസിനെ DM വന്നതിന് ശേഷം പിന്നെ മറ്റ് കണക്ഷൻസിനെ അങ്ങനെ ചൂസ് ചെയ്യാറില്ല. എന്നാലും എസ്പെഷ്യലി നമ്മൾ DFൻ്റെ ലൈഫിൽ ഒരുപാട് ലവ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആളുകൾ അങ്ങനെ കണക്ഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഹീലിങ്ങിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ DF കൂടുതലായിട്ട് അങ്ങനെ ചൂസ് ചെയ്യാറില്ല. എന്നാലും നമ്മൾ DMുമായിട്ടൊരു സെപ്പറേഷനിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ജേർണി നമുക്കറിയാം വളരെ പെയിൻഫുള്ളാണ്. നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ DMൻ്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടോ അല്ല ഇമോഷണലി അവർ നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ലവോ കെയറോ അറ്റൻഷനോ ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല. ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കോൾഡായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു സൈലൻ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് പർജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ DFs മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ DFസിന് ഇമോഷണലി ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനെ നമുക്ക് DFസിന് തോന്നും, ഓക്കെ നമുക്ക് ഈ ഒരു ജേർണി തന്നെ വേണ്ട, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിലേക്ക് വളരെ ലവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ കെയറിങ് ആയിട്ടുള്ളൊരു കണക്ഷൻ അങ്ങനെയുള്ള ആളുകൾ ഒക്കെ വരുമ്പോൾ നമുക്കവിടെ നമ്മൾക്ക് ഓക്കെ എങ്കിൽ പിന്നെ DM എന്താണെങ്കിലും വരുന്നില്ല, എന്നാൽ പിന്നെ ഇനി ഇതൊരു സോൾമേറ്റ് ആണോ, നല്ല രീതിയിൽ എന്നെ ലവ് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ടോ, ഒക്കെ ഈ ഒരു കണക്ഷനിലേക്ക് പോയാലോ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു കണക്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് തോന്നാം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ DF ഹീലാവാതെ DFൻ്റെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് വരത്തില്ലെന്നുള്ളതാണ്. ഇനിഷ്യലി നമുക്കൊരു സോൾമേറ്റ് ആണെന്നൊക്കെ തോന്നാം, അതുപോലെ വളരെ ലവിങ്ങും കെയറിങ്ങും ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഹീലായിട്ടില്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് ഒരു കാർമിക്കായിരിക്കും. നമ്മുടെ ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് ഒരു കാർമിക്കായിരിക്കും, ഒരിക്കലും ഒരു സോൾമേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അത് DMൻ്റെ ലൈഫിലാണെങ്കിലും DFൻ്റെ ലൈഫിലാണ് അതങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണക്ഷനെ നമ്മൾ ചൂസ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കാർമിക്കായിട്ടുള്ളൊരു കണക്ഷനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഹീലിങ്ങിലേക്കൊക്കെ വരുന്ന DFs മറ്റ് കണക്ഷൻസ് വരുമ്പോൾ അതിനെ ചൂസ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീലിങ്ങിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മുടെ കാർമിക് ക്ലിയറൻസ് നടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കാർമിക് ക്ലിയറൻസ് നടന്ന് നമ്മൾ ഉള്ള കർമാസിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മളിലേക്ക് പുതിയ കർമ്മമൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാണ്ട് ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് കാർമിക് ആയിട്ടുള്ള കണക്ഷൻസിനെ ഒന്നും നമ്മൾ ചൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇത്തരം കണക്ഷൻസ് എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് വരുന്നത്, നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ DFസിൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ കണക്ഷൻസ് വരുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ DMൻ്റെ ആബ്സൻസിൽ
നമുക്ക് നമ്മുടെ ഡി എമ്മിൻ്റെ എനർജി കിട്ടാതെ വരുന്ന സമയത്ത് ഡി എഫ്സ് അറിഞ്ഞോ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കണക്ഷൻസ് ആവാം ഇത്തരം കണക്ഷൻസ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാകും. ഇങ്ങനെ വരുന്ന ആളുകൾ നമ്മുടെ ഡി എമ്മുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് നമുക്ക് കാണുമ്പോൾ ഡി എമ്മിനെ പോലെ തോന്നാം, അല്ലെങ്കിൽ അവരുടെ സംസാരം ഡി എമ്മിനെ പോലെ, സൗണ്ട് ഒരുപോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ബോഡി ലാംഗ്വേജ്, അപ്പിയറൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഡി എമ്മുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവരിൽ കാണാം. അങ്ങനെ ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും നമ്മൾ അവരിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അപ്പം അങ്ങനെ ആയേക്കാം ഈ ഒരു ചില കണക്ഷൻസൊക്കെ നമ്മളിലേക്ക് വരുന്നത്. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നൊന്നുമില്ല. സോ അപ്പം ഇത് ഡി എഫിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത്തരം കണക്ഷൻസ് വരുന്നത് ഒരു ഡിവൈൻ ടെസ്റ്റും കൂടെയാണ്. നമുക്കൊരു ടെസ്റ്റായിട്ട് വരുന്നതുമാകാം. നമ്മൾ നമ്മുടെ ജേർണിയോട് കമ്മിറ്റഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനോട് കമ്മിറ്റഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലെസൺ ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു ഡിവൈൻ ടെസ്റ്റും കൂടെ ആവാം ഇങ്ങനെ വരുന്ന കണക്ഷൻസൊക്കെ. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണേലും ഡിവൈൻ ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്താണേലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത്തരം കണക്ഷൻസിലേക്ക് ഇത്തരം കണക്ഷൻസ് ഒന്നും തന്നെ പെർമനൻ്റ് ആയിരിക്കില്ല. അവിടെ ഒരു ലെസൺ ഉണ്ടായിരിക്കും നമുക്ക് പഠിക്കാൻ. അവിടേക്ക് നമ്മൾ പോകുമ്പോൾ, ആ കണക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ, അത് നമ്മുടെ സോൾമേറ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതാണെങ്കിലും എന്താണെങ്കിലും അവിടെ നമുക്കൊരു ലെസൺ പഠിക്കാനുണ്ടായിരിക്കും. അവർ നമ്മളെ ട്രിഗർ ചെയ്യും. നമുക്ക് ഹീൽ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെ അവർ ട്രിഗർ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ ഡി എഫ് ഹീലാവാതെ ഡി എഫിൻ്റെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് വരത്തില്ല. സോ നമ്മൾ ഹീലാണോ എന്ന് നമ്മൾ ചോദിക്കുക. നമ്മൾ ഹീലാണോ അല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയണ പോലെ ഇനിഷ്യലി നമുക്കൊരു സോൾമേറ്റ് എന്ന് തോന്നിയാൽ കൂടെ അത് നമ്മുടെ സോൾമേറ്റ് ആയിരിക്കത്തില്ല. അതൊരു കാർമിക് കണക്ഷൻ ആയിരിക്കും. അവിടെ നമുക്കൊരു ലെസൺ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ ഒരു കണക്ഷനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് ട്രിഗർ കിട്ടി നമ്മൾ ആ ഒരു നമുക്ക് മനസ്സിലാകും. നമുക്ക് അത് നമ്മൾ വിചാരിച്ച അതല്ലാന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഡി എം വേറൊരു കണക്ഷനിലേക്ക് പോയാലും ഡി എഫ് വേറൊരു കണക്ഷനിലേക്ക് പോയാലും അവിടെ ഇപ്പോൾ ഡി എം വേറൊരു കണക്ഷനിലേക്ക് പോയാൽ അവിടെ ഡി എം സെർച്ച് ചെയ്യുന്നത് ഡി എഫിൻ്റെ എനർജി ആയിരിക്കും. അതുപോലെ ഡി എഫ് വേറൊരു റിലേഷൻഷിപ്പിലോട്ടോ ഒരു കണക്ഷനിലേക്കോ ഒക്കെ പോയാലും അവിടെയും ഡി എഫ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി എമ്മിൻ്റെ എനർജി ആയിരിക്കും. ഇവിടെ ഡി എഫിൻ്റെ ലൈഫിലേക്ക് ഇപ്പം നമുക്ക് വളരെ ലവിങ് ആയിട്ടുള്ള ഒരു കെയറിങ് ഒക്കെ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അതൊരു സോൾമേറ്റ് ആണെന്നൊക്കെ വിചാരിച്ച് നമ്മളതിനെ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഡി എഫ് വേറെ ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് വേറൊരു കണക്ഷനെ ചൂസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഡി എമ്മിൻ്റെ എനർജി ആ വ്യക്തിയിൽ നിന്ന്, ആ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നാണ് ഡി എഫ് എപ്പോഴും നോക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഡി എഫ് ആ ഒരു വ്യക്തിയോടുള്ള ലവ് കൊണ്ടല്ല ആ ഒരു കണക്ഷനെ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് ഡി എമ്മിൻ്റെ എനർജി കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഡി എഫ് ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാലും അവിടെയൊക്കെയും ഡി എമ്മിൻ്റെ എനർജി ഉണ്ടോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ ഇനിഷ്യലി നമുക്ക് ആ ഒരു ലവും കെയറും കിട്ടുമ്പോൾ ഒക്കെ അവിടെ നിന്ന് ഡി എമ്മിൻ്റെ എനർജി പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. ഒരിക്കലും ഈ ഒരു അതല്ലാതെ അതൊരു സോൾമേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമുക്ക് ശരിക്കും ലവ് തോന്നിയിട്ടൊന്നും അല്ല. ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ഡി എഫ് എപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡി എമ്മിൻ്റെ എനർജിയാണ്. അപ്പം ഡി എഫ് വേറൊരു കണക്ഷനിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷനിൽ അവർക്കൊരു അട്രാക്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഡി എമ്മുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അവിടെ അട്രാക്ട് ചെയ്യുന്നു. ഡി എമ്മിൻ്റെ എനർജി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യം നമുക്കവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കണക്ഷനിലേക്ക് പോകുന്നത്. അവിടെ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് ട്രിഗർ കിട്ടി നമുക്ക് മനസ്സിലാകും അവിടെ നമ്മൾ അന്വേഷിച്ച സാധനം അവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം വീണ്ടും നമ്മൾ ഈ ഒരു ജേർണിയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വരും. അപ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡി എഫിൻ്റെ ലൈഫിൽ ഏതൊരു കണക്ഷനിലേക്ക് ഡി എഫ് പോയാലും അവിടെയെല്ലാം ഡി എഫ് തപ്പുന്നത് ഡി എമ്മിൻ്റെ എനർജി കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഡി എമ്മിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഹീലായി കഴിയുമ്പോഴേ ഡി എമ്മിൽ നിന്ന് നമുക്ക് ആ ഒരു എനർജി നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ എനർജി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു എനർജി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളവരെ ചേസ് ചെയ്ത് അവരുടെ പുറകെ പോകുന്നതും. അപ്പോൾ അവരെ ചേസ് ചെയ്ത് നമുക്ക് അവരുടെ പുറകെ പോയിട്ടും അവർ നമ്മുടെ ലൈഫിൽ ആബ്സെൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ ആ ഒരു എനർജിക്ക് വേണ്ടിയുള്ള ഒരു ക്രേവിങ് കാരണം ആ ഒരു അത് ഒരു മാനിഫെസ്റ്റേഷനായിട്ട് നമ്മുടെ ലൈഫിലേക്ക് പല കാർമിക് കണക്ഷൻസ് പോലെ വരാറുണ്ട്. അപ്പം ഒരിക്കലും ഡി എഫ് വേറൊരു കണക്ഷനിലേക്ക് ചൂസ് ചെയ്യുന്നത് നമുക്ക് അവരോട് റിയലായിട്ടൊരു ലവോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടല്ല. എപ്പോഴും ഡി എമ്മിൻ്റെ എനർജിയാണ് അവിടെ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ.
അതുപോലെ തന്നെ ഡി എമ്മിൻ്റെ ലൈഫിൽ അവർ വേറൊരു കണക്ഷനെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും ഡി എം ആ ഒരു കണക്ഷനിൽ ഡി എഫിൻ്റെ എനർജി കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതാണ് ഡി എഫിൻ്റെ എനർജിയാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഡി എഫിൻ്റെ എനർജി അവിടെ കിട്ടാതെ വന്നെങ്കിൽ മാത്രമാണ് ഈ പറയണ പോലെ ഡി എഫിനെ തേടി വരത്തുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡി എഫ് വേറെ ഏതൊരു കണക്ഷനിലേക്ക് ആണെങ്കിലും ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഒരു വേറൊരു റിലേഷൻഷിപ്പിലോ മാരേജിലോ എവിടെയാണെങ്കിലും ഏതൊരു കണക്ഷനിലാണെങ്കിലും അവിടെയൊക്കെയും ഡി എമ്മിന് ഡി എഫിൻ്റെ എനർജി ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡി എഫ് 24 മണിക്കൂറും ഡി എമ്മിനെ കുറിച്ച് ഒബ്സസീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടെ, അതായത് ഡി എമ്മിൻ്റെ ലൈഫിൽ വേറൊരു കാർമിക് പാർട്ട്ണറൊക്കെ ഉണ്ടെങ്കിലും ഡി എഫ് എപ്പോഴും ഈ ഡി എമ്മിൻ്റെ ലൈഫിലേക്ക് നോക്കി അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അവരെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡി എമ്മിനെ ഒന്ന് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുമായിട്ട് പണ്ട് അവർ നടത്തിയ ചാറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ച് നമ്മളിങ്ങനെ ഡേ ഡ്രീമിങ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കും. അവരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ഒബ്സസീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഡി എഫിൻ്റെ എനർജി എപ്പോഴും ആവശ്യത്തിലധികമായിട്ട് വളരെയധികം എനർജി അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യും, അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഡി എഫിൻ്റെ എനർജി എപ്പോഴും ഡി എമ്മിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് ആവശ്യം ഉള്ളതിനേക്കാട്ടിലും കൂടുതലായിട്ട് എനർജി കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡി എഫിൻ്റെ എനർജി വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നമ്മൾ അത്രയും ഒബ്സസീവായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ അവരെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് അവരെ എപ്പോഴും നമ്മൾ 24 മണിക്കൂർ അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എനർജി അവർക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അപ്പം നമ്മുടെ എനർജി എപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും അവരുടെ 3D ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും ഒരു കാർമിക് എന്താണെങ്കിലും എന്ത് കണക്ഷനിലാണെങ്കിലും അവർക്ക് അവിടെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് തോന്നത്തില്ല. അവർക്ക് ഈ ഒരു ഡി എഫിൻ്റെ എനർജി അവർക്ക് അവരുടെ തേർഡ് പാർട്ടിയുടെ എനർജി ആണെന്നുള്ള രീതിയിലായിരിക്കും അവർ അതിനെ എടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആ ഒരു പാർട്ട്ണറിൻ്റെ എനർജി എന്ന രീതിയിലായിരിക്കും അവർ ഈ ഡി എഫിൻ്റെ ഈ ഒരു എനർജീനെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരവിടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു കണക്ഷനിൽ അവർ വളരെ കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഡി എഫ് ഇങ്ങനെ ചേസ് ചെയ്ത് ഇങ്ങനെ പോയാലും എത്രമാത്രം ഒബ്സസീവായിട്ട് അവരുടെ പുറകെ ചെന്നാലും ഡി എം ആ ഒരു തിരിച്ച് നമ്മളിലേക്ക് വരാത്ത, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു വരാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി അവർക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ എനർജി തേടി കണ്ടുപിടിച്ച് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം, നമ്മളെ തേടി വരേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല. പക്ഷേ നമ്മുടെ എനർജി വളരെ ഹെവി ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു എനർജി വളരെ ഹെവിയാണ് അവരെ സംബന്ധിച്ച്, അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഡി എഫും മറ്റേത് കണക്ഷനിലേക്ക് പോയാലും ഡി എം അവരുടെ ഡി എഫിൻ്റെ എനർജിയും അതുപോലെ ഡി എഫ് അവരുടെ ഡി എമ്മിൻ്റെ എനർജീനെയാണ് അന്വേഷിക്കുന്നത്. അപ്പം ഡി എമ്മിനെ സംബന്ധിച്ചോളം ഡി എം ഏതൊരു കണക്ഷനിൽ നിൽക്കുമ്പോഴും ഡി എഫ് 24 മണിക്കൂറും അവരെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഡി എമ്മിന് ഈ ഒരു ഡി എഫിൻ്റെ എനർജി എപ്പോഴും വളരെ ഈസി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഡി എഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡി എഫിന് ഡി എമ്മിൻ്റെ എനർജി കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഡി എഫ് ചേസ് ചെയ്യുന്നത്. കാരണം ഡി എഫിൻ്റെ വളരെ ഹെവി ആയിട്ടുള്ള ആ ഒരു ഒബ്സഷനും ചേസിങ്ങും ഒക്കെ കാരണം ആ ഒരു എനർജി അൺകൺട്രോളബിൾ ആയിട്ടുള്ള ആ ഒരു എനർജീനെ താങ്ങാൻ ഡി എമ്മിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ റൺ ചെയ്യുന്നത്. ഇനിയിപ്പം ഡി എമ്മിന് എപ്പോഴെങ്കിലും ഡി എഫിൻ്റെ ഈ ഒരു എനർജി ഫീൽ ചെയ്യുന്ന സമയത്ത്, ഒരു മെമ്മറി ഒരു തോട്ട് വരുന്ന സമയത്ത് ഡി എം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഡി എമ്മിൻ്റെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരുന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും പിന്നെ നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് അയവർക്കിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ഡി എം അങ്ങനെയല്ല. അവർക്ക് നമ്മുടെ ഒരു തോട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ അവിടെ അവർ ഫീൽ ചെയ്യത്തില്ല. അവരപ്പം തന്നെ ആ ഒരു കാര്യത്തിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. നമ്മുടെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മളെ പെട്ടെന്ന് ഒരു മെമ്മറി അവർക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് അവർക്കൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആ ഒരു ഫീലിങ്ങിൽ അവിടെ ഇരുന്ന് പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അയവർക്കിക്കൊണ്ടൊന്നും അവരിയ്ക്കില്ല. പകരം അപ്പം തന്നെ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ആ ഒരു സമയത്ത് ആ ഒരു തോട്ടിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അവരതിനെ ഫീൽ ചെയ്യില്ല. പകരം അവർ മറ്റു കാര്യത്തിലേക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവർ എൻഗേജ്ഡ് ആകും. ഒരു വർക്കിലേക്കോ അല്ലെങ്കിൽ വേറെ അവരുടെ 3D ലൈഫിലുള്ള മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് അവർ എൻഗേജ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എംസിന് അവരുടെ എനർജി ഡി എഫ്സിന് കിട്ടത്തില്ല. ഡി എംസ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒബ്സസീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡി എമ്മിൻ്റെ എനർജി കിട്ടത്തില്ല. മനസ്സിലായോ?
ഡി എംസിൻ്റെ എനർജി ഡി എഫ്സിന് കിട്ടാതെ വരുമ്പം ഡി എഫ്സ് അത് പല രീതിയിലും പുറത്തുനിന്നൊക്കെ അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചില നമുക്ക് അവരെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഡി എമ്മുമായിട്ടൊരു കണക്ഷൻ തോന്നുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ എനർജി പോലൊക്കെ തോന്നുന്ന പല കണക്ഷൻസും ആളുകളും ഒക്കെ ഡി എഫ്സിൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡി എഫ്സ് അവരുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഡി എമ്മിനെ ചേസ് ചെയ്ത് അവരെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് നമ്മുടെ എനർജി അവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ എപ്പോഴാണോ ഡി എഫ്സ് അവരുടെ എനർജീനെ ഡി എമ്മിന് കൊടുക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, തിരിച്ചെടുക്കുന്നത്, അപ്പം ഇനിഷ്യലി നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഡി എമ്മിന് അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ നമ്മുടെ എനർജി തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ഡി എഫ്സ് അവരുടെ എനർജീനെ തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ഡി എംസിന് അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അവർക്ക് ഡി എഫിൻ്റെ എനർജി കിട്ടാതെ വരുമ്പോൾ അത് അവർക്ക് മനസ്സിലാകും. അങ്ങനെ വരുമ്പോഴാണ് ഡി എം ഈ ഡി എഫിൻ്റെ എനർജി പുറത്ത് പോയി അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവർ പല കണക്ഷനിലും ഒക്കെ പോയിട്ട് ഡി എഫിൻ്റെ എനർജി സെർച്ച് ചെയ്യും. അപ്പം എവിടെയും അവർക്ക് അവരുടെ ഡി എഫിൻ്റെ എനർജി കിട്ടാതെ വരുന്ന സമയത്താണ് അവരുടെ ആ ഒരു ഹാർട്ടിൽ അവർക്ക് ഈ പറയണ പോലെ പെയിൻ വരും. അതുപോലെ അവർ ഹാർട്ടിൽ ഈ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ അവർ ഫീൽ ചെയ്യത്തില്ല. അവർക്ക് ഒരു തോട്ടം കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ അതിന് ഫീൽ ചെയ്യത്തില്ല. ഡി എംസ് ഫീൽ ചെയ്യില്ല അവരുടെ കാര്യങ്ങൾ. കാരണം അവരുടെ ഹാർട്ട് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് അവർ ഒന്നിനെയും ഫീൽ ചെയ്യത്തില്ല. അപ്പം നമ്മുടെ എനർജി കിട്ടാതെ വരുമ്പോൾ അവർ പുറത്ത് പോയി അന്വേഷിക്കും. അവിടെ നിന്നും കിട്ടുന്നില്ല. അവർ പോകുന്ന കണക്ഷൻസിലൊന്നും തന്നെ അവർക്ക് ഡി എഫിൻ്റെ എനർജി കിട്ടാതെ വരുമ്പോഴാണ് ലാസ്റ്റ് അവരുടെ ഹാർട്ടുമായിട്ട്, അതായത് അവരുടെ ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് അവരുടെ ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് അതായത് അവരുടെ ഉള്ളിലുള്ള ആ ഫെമിനിൻ എനർജിയായിട്ട് അവർ കണക്റ്റ് ആവുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഫെമിനിൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഫീൽ ചെയ്യാൻ തുടങ്ങും കാര്യങ്ങളെ. ആൻഡ് അങ്ങനെ അവരവരുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവർ അവരുടെ ആ പുറത്തുള്ള ഫെമിനിനെ അവർ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഈ പറയുന്ന പോലെ റീയൂണിയൻ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ ഡിവൈൻ ഫെമിനിനിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എഫ്സ് ആണെങ്കിലും ഡി എം ആണെങ്കിലും അവർ രണ്ടുപേരും അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ് ഏതൊരു കണക്ഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരെപ്പോഴും സെർച്ച് ചെയ്യുന്നത് അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ്. ഡി എഫിന് ഡി എമ്മിൻ്റെ എനർജിയും ഡി എമ്മിന് ഡി എഫിൻ്റെ എനർജിയും ആണ് ആവശ്യം. അപ്പോൾ അവർ ഏതൊരു കണക്ഷനിലും അതാണ് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് സോൾമേറ്റിലോ അല്ലെങ്കിൽ എവിടെ പോയാലും ഏതൊരു കണക്ഷനിൽ ഇനിഷ്യലി നമുക്കതൊരു വളരെ നല്ലതാണെന്ന് തോന്നി നമ്മൾ പോയാലും നമുക്ക് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ്റെ എനർജി നമുക്ക് കിട്ടത്തില്ല. അപ്പം ഡിവൈൻ മാസ്കുലിൻ അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ഫെമിനിൻ തൻ്റെ എനർജി കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യണം ഡിവൈൻ മാസ്കുലിൽ നിന്ന്. അപ്പോഴേ ഡിവൈൻ മാസ്കുലിൻ ആ ഒരു റിയലൈസേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ഡി എഫ്സിൻ്റെ ലൈഫിൽ മറ്റൊരു കണക്ഷൻ വരുമ്പോൾ അതിനെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതൊരു പേഴ്സണൽ ചോയ്സാണ്. ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടെന്നും പറയില്ല, അല്ലെ ചൂസ് ചെയ്യണമെന്നും ഞാൻ പറയില്ല. അതൊരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഞാൻ ഇത്തരം കണക്ഷൻസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പം നമുക്ക് ഈ ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. എന്താണെങ്കിലും ഡി എഫ് ആണെങ്കിലും ഡി എം ആണെങ്കിലും അവരുടെ ലൈഫിൽ അവർ കംപ്ലീറ്റ്ലി ഹീലാവാതെ ഒരു സോൾമേറ്റ് എന്തായാലും വരത്തില്ല. പിന്നെ വരുന്ന കണക്ഷൻസ് എല്ലാം തന്നെ അത് നമുക്കൊരു ലെസൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കണക്ഷനിലേക്ക് പോയാൽ തന്നെ അവിടെ നിന്ന് നമുക്കൊരു ലെസൺ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. ആ കണക്ഷൻ നമ്മുടെ അൺഹീൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിനെ നമുക്ക് കാണിച്ചു തരും, ട്രിഗർ ചെയ്ത് കാണിച്ചു തരും. സോ നമുക്ക് ആ ഒരു പാർട്ട് നമ്മൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പം ഒരിക്കലും ആ ഒരു കണക്ഷൻ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കത്തില്ല. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്കൊരു ലെസൺ ഉണ്ടാവും പഠിക്കാനായിട്ട്. ഹീലായി കഴിയുമ്പോൾ ഒരു സോൾമേറ്റ് വരുമ്പോൾ അവിടെ ആ ഒരു സോൾമേറ്റിനെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും ഡി എഫിൻ്റെ ചോയ്സാണ്. അത് ഡി എഫിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ആ ഒരു ഹീലായി കഴിയുമ്പോൾ ഡി എഫ്സിന് അറിയാം, അവർക്ക് ആ ഒരു ഇന്നർ ഗൈഡൻസ് അവരെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യും. അങ്ങനെ ഒരു സോൾമേറ്റിനെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം നമ്മുടെ ഇന്നർ ഗൈഡൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു ഇന്നർ വോയിസിനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. ഏതൊരു കണക്ഷനിലേക്ക് നമ്മൾ പോകാനാണെങ്കിലും പോകാതിരിക്കാനാണെങ്കിലും അവിടെ നമ്മുടെ ആ ഒരു ഇന്നർ വോയിസ് നമ്മളോട് എന്താ പറയുന്നത് അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.